So in the sequence where Anu goes to Anu and her boyfriend goes to the cave and they see lots of scribblings. You know where the question is going, right? Yeah. So the last scribbling is about it says Azadi, and Anu then starts talking about future. So is there any connection, and what was your thought behind that? And what do you think? As a JNU student, what do you think? I really want to know, and I want others also know what was the thought behind it. You're checking others. They got it. Well, it was, we in India, we are struggling with so many different ideas of what is freedom. And the film is also about that. It's about the choice that young people need to have for who they want to be with and who they want to love, which is not reduced to immediate identity. And so I wanted to put a little sign of that also on the wall. Hi, my name is Abhinan. I'm also happy for watching this movie. Then my question is, we feel Kani's character also one who showed the answers in physical density. Did the proximity... Move the mic a bit away from this thing because it's echoing. We feel Kani's character also one who shows the answers in physical density. Did the proximity with another man finally giving her clauses for her own marriage? Then what? Please say that. Can you? Okay. No, we didn't understand. Oh, 1 minute. Feel Kani character is as one who show awareness of physical density. കനിയുടെ ആദ്യത്തെ ക്യാരക്ടർ കണ്ട സമയത്ത് ടോട്ടലി എന്താ നമ്മളൊരു റിലേഷനിൽ അത്ര പെട്ടെന്ന് അടുപ്പം വരാത്തൊരു ഫീലായിട്ട് നിന്നല്ലോ. ബട്ട് അവസാനത്തെ ഒരു സീനിലാകുമ്പോൾ പെട്ടെന്ന് ഒരാളെ കാണുന്ന സമയത്ത് പെട്ടെന്ന് അടുപ്പം കാണിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. സോ അതെന്താണ് ആ ക്യാരക്ടർ അങ്ങനെ വന്നതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഓക്കെ. He's saying my character in the beginning, she seemed like a person who is not so intimate with men or like not showing so much intimacy, but towards the end to this person she suddenly seemed close. And why is that? It was in his answer to him that it was a dream. Yeah, you can answer it. അവരുടെ അതായത് പൈലറ്റ് ചെയ്തിരിക്കുന്നതിൽ ശരിക്കും അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പിക്കുന്ന പോലെ അല്ല കഥ പറയുന്നത്. ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ അവർ ഉറങ്ങിക്കിടന്നപ്പോൾ കണ്ട സ്വപ്നമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവരിരുന്ന് ആലോചിച്ചതായിരിക്കാം. അവരങ്ങനെ അവരുടെ ഭർത്താവ് ഒരു പക്ഷെ വന്നാൽ ആ ഒരു സമയം കൊണ്ട് അവർ നമ്മുടെ ബന്ധം തീർന്നു എന്ന് തീരുമാനിക്കാൻ അവർക്ക് പ്രാപ്തമാകുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെത്തുകയാണ് ഇപ്പോൾ ആ സമയത്ത്. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു ചിന്തയിൽ ഉണ്ടായെന്നാണ്. ചിലപ്പോൾ ഇങ്ങനെ ശരിക്കും ഒരു മനുഷ്യൻ വന്നിട്ടുണ്ടാവാം, പക്ഷെ അത് അവരുടെ ഭർത്താവ് ആകണമെന്നില്ല, പക്ഷെ അവർ മനസ്സിലുണ്ടായതുപോലെ. അതുകൊണ്ടാണ് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ അവർ പെരുമാറുന്നത്. ഓക്കെ. ഹായ്. അതായത് എനിക്ക് ഡയലോഗ്സ് ആണ് ഭയങ്കര അടിപൊളി ഡയലോഗ്സ് ആണ്, ഏറ്റവും മിനിമം, പക്ഷേ ഇറ്റ്സ് സോ ബ്രില്യൻറ്റ്. ചില സെൻറ്റൻസ് ഒക്കെ ആലോചിച്ചിട്ട് അയ്യോ ഇതിന് എന്തൊക്കെ തരം മീനിങ് കണക്ട് ചെയ്യാനാവുമെന്ന് ആലോചിച്ചിട്ട് ഇറ്റ്സ് മൈൻഡ് ബ്ലോയിങ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, അതായത് ആ പ്രഭയുടെ ഹീലിംഗ് പ്രോസസ്സ്, അതായത് മാക്സിമം ഒരു 5-10 മിനിറ്റ്സിലാണ് അത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലെ ഡയലോഗ്സ് ഭയങ്കര കൺവിൻസിങ് ആണ്. അപ്പോൾ അതിനുശേഷം ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈവൻ പ്രഭയുടെ കണ്ണിൽ വരുന്ന ചേഞ്ചസ് വരെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഹൗ ഡിഡ് യു ഡിസൈഡ് ഇന്ന സെൻറ്റൻസ് മതി, ഇത്ര മതി ഇതിനകത്ത് ഈ ഒരു ഹീലിംഗ് പ്രോസസ്സ്, ദിസ് ഇസ് ഒപ്റ്റിമൈസ്ഡ് എന്നുള്ളൊരു സാധനം എങ്ങനെയാണത് ഒരു പ്രോസസ് ഓഫ് അറൈവ് ചെയ്ത് നമ്മൾ
ആദ്യം ഒരു ഇനീഷ്യൽ ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നു. യു ട്രാൻസ്ലേറ്റഡ് ഇറ്റ് ഇനീഷ്യലി ലൈക്ക് ഇറ്റ്സ് വാട്ട് ഷി ഹാസ് റിട്ടൺ ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ നമ്മൾ അതിന് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മലയാളം ഫ്ലോ ഓഫ് വേർഡ്സ് കണ്ടുപിടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്ക് ആൻഡ് ഫോർത്ത് കൂടെ തന്നെയാണ്. അഗെയിൻ ഈ പറഞ്ഞ പോലെ ആക്ടേഴ്സ് അത് പറഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് എഴുതുന്ന പോലല്ലോ, കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഐഡിയയും കൂടെ കിട്ടുമല്ലോ. ബാക്ക് ആൻഡ് ഫോർത്ത് കൂടെ അറൈവ് ചെയ്താണ്. അങ്ങനെ എക്സാക്ട്ലി പിൻ പോയിന്റ് എങ്ങനെ ചെയ്തതെന്നും അറിയില്ല. ഐ തിങ്ക് ഹി അറൈവ്ഡ് അറ്റ് ഇറ്റ് വൺ പോയിന്റ്. Hi. Hi again. I'm sorry. I don't even think she's thinking that much. I'm just saying Malayalam. Not looking at us. Where? Oh. Please are in this camera. Thank you. It's okay. അത് ശമ്പളം വെച്ചുള്ള നിങ്ങൾ ഇറങ്ങണ്ടേ. Bye. See you tomorrow. Please.